ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. അവിടെ ഗോവിന്ദനും കനകയും വളരെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്ദു പോയതിൻ്റെ വിഷമമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നയനയും നബിയും വരുന്നുണ്ട്. നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? അപ്പോൾ കനക പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട മോളെ, നീ അച്ഛന് വിളമ്പി കൊടുക്ക്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ മാത്രം കഴിക്കുന്ന പരിപാടി ഈ വീട്ടിലില്ലല്ലോ കനകെ. അന്നേരം നബി പറയുന്നുണ്ട്, അവൾക്ക് പകരം ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അമ്മേ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ. അന്നേരം നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ ജോലിയൊക്കെ മതിയാക്കിയിട്ട് അവൾക്ക് എവിടെയാണോ നിയമനം കിട്ടുന്നത് അവിടെ പോയി നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങോട്ടുമില്ല, അവളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും ശരിയല്ല. ആ സമയം നവ്യ പറയുന്നുണ്ട്, അവൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഒരു SI ഒക്കെ ആകുമ്പോൾ അവൾക്ക് എപ്പോഴും തിരക്കായിരിക്കും. അന്നേരം എന്തായാലും സഹായത്തിന് ഒരാൾ വേണ്ടേ? അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഉണ്ടാകുന്നത് വളരെ നല്ലതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളെ, നന്ദുമോൾ പോകുന്ന സമയത്ത് തന്നെ അനി വന്നല്ലോ, ആ പയ്യൻ എന്താ അങ്ങനെ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് അനിയെ മാത്രം കുറ്റം പറയണ്ട അച്ഛാ, നമ്മളൊക്കെ ഒരുപാട് ഉപദേശിച്ചുവെങ്കിലും ഈ ഒരു കാര്യത്തിൽ മാത്രം നന്ദുവിന് അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നവ്യയും പറയുന്നുണ്ട്, അത് സത്യമാ, ഇതിനു മുൻപ് അവൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാറില്ലായിരുന്നു, ഇപ്പോൾ ഏത് സമയത്തും മാറിയിരുന്ന് ഒരേ ഒരു ചിന്തയിലാണ്. അന്നേരം കനകയും പറയുന്നുണ്ട്, അന്ന് ആ ജോത്സ്യൻ പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ, ജോത്സ്യൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതേപടി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇനി ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ, ആ അനാമിക ഒരു അഹങ്കാരിയാണ്, അവളോടൊപ്പം എനിക്ക് നന്നായി ജീവിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെ, അതിപ്പോൾ നീയും അഹങ്കാരിയായിരുന്നല്ലോ, സ്വന്തം അനിയത്തിമാരെ പോലും തള്ളിക്കളഞ്ഞവളാ നീ. പിന്നെ ഗോവിന്ദനും പറയുന്നുണ്ട്, പെൺകുട്ടികളാകുമ്പോൾ കുറച്ചൊക്കെ സ്വാർത്ഥത ഉണ്ടാകും, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കൊള്ളും, ഏതായാലും അനിയും നന്ദുവും ഒന്നിക്കാൻ പാടില്ല മോളെ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഈ പാടില്ല എന്ന് പറഞ്ഞാൽ അനി അവളുടെ പിന്നാലെ നടക്കുകയല്ലേ? ഇവിടുന്ന് രാകേഷും മറ്റവനും കൂട്ടിക്കൊണ്ടുപോയത് അതിന് പിന്നിൽ അനി തന്നെയാണെന്നാണ് എൻ്റെ സംശയം. അപ്പോൾ നയനയും പറയുന്നുണ്ട്, അതാകാനാണ് സാധ്യത, അനി എവിടെയെങ്കിലും മാറി നിന്നിട്ട് അവന്മാരെ പറഞ്ഞയച്ചതായിരിക്കും, എന്നിട്ട് അവർക്കൊപ്പം നന്ദുവിനെ യാത്രയാക്കാൻ അവനും പോയിട്ടുണ്ടായിരിക്കും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവർ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ അജയൻ അനിയോട് പറയുന്നുണ്ട്, എടാ, ആദർശിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം, എങ്കിലും അവൻ്റെ ദേഷ്യം മാറ്റിയെടുക്കാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലേ? അപ്പോൾ അനി പറയുന്നുണ്ട്, അച്ഛനും വല്യച്ഛനും പറ്റാത്തതാണോ എന്നെക്കൊണ്ട് പറ്റുന്നത്? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അവൻ ഉടക്കി നിന്നാൽ പറഞ്ഞു തിരുത്താൻ വലിയ പാടാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ജയൻ അന്നേരം ആദർശിനോട് പറയുന്നുണ്ട്, നിന്നെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നിന്നെ എങ്ങനെയെങ്കിലും നയനിയുമായിട്ട് ഒന്നിപ്പിക്കണേ എന്ന് ഇവൻ പറഞ്ഞപ്പോൾ നിന്റെ ഭാഗത്താണ് ന്യായം എന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. ഇത് കേട്ട് അനി ഞെട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റ് മാറ്റിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, പ്ലേറ്റ് ഒന്നും മാറ്റിയിട്ടില്ല, ഏട്ടൻ പറഞ്ഞത് സത്യമാ. അപ്പോൾ ആദർശ് അനിയോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്തിൻ്റെ കേടാ? അന്നേരം അനി പറയുന്നുണ്ട്, അയ്യോ ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആര് പറഞ്ഞാലും ശരി, നയന കാണിച്ചത് നന്ദി കേട് തന്നെയാണ്, അതെനിക്കങ്ങനെ പൊറുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നയനമ്മോളും വാശിയുള്ള കൂട്ടത്തിലാണ്, അങ്ങനെ അവളെ വാശി പിടിപ്പിച്ചാൽ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, വാശി പിടിപ്പിച്ചാൽ എന്താ കുഴപ്പം, അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമായിരിക്കും, പോയിക്കോട്ടെ, എൻ്റെ ഭാഗത്ത് ന്യായമുള്ളപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോയിട്ടെന്താ ഇത്രയും വൈകിയത്? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞാൻ 2-3 അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി, അമ്പലത്തിൽ പോയിട്ട് നെറ്റിയിൽ കുറിയും ചന്ദനവും ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, നല്ല വെയിലല്ലേ ഇപ്പോൾ, അതുകൊണ്ട് ഇടയ്ക്ക് മുഖം കഴുകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കേട്ട് എനിക്ക് ചെറുങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട്, അനി കണ്ടതാണല്ലോ ദേവയാനി. പിന്നെ ദേവയാനി ഇങ്ങനെ ആദർശിൻ്റെ മുഖം ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. നിൻ്റെ മുഖം എന്താ വീർത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നീര് വന്നതായിരിക്കും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അവനും നയനയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ദേഷ്യത്തിലാണ് അവളെ കിട്ടിയത്, നിൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്, പിന്നെ ഇപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അവളെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ഇവനിപ്പോൾ പറയുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇത്ര പെട്ടെന്ന് നിൻ്റെ തീരുമാനം മാറിപ്പോയത്? പിന്നെ ഉള്ളിൽ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഗവനിക്കാതെ നീ എന്ത് വേണമെങ്കിലും ചെയ്യ് എന്നും പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. ഏതായാലും അത് കേട്ട് ജയനും അജയനും അനിയും ഒക്കെ ചിരിക്കുന്നുണ്ട്. കാരണം ദേവയാനിയുടെ ഉള്ളിലിരിപ്പൊക്കെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ.
പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ മരുമകൾ എത്തിയല്ലോ, എന്താ മോളെ ഇത്ര വൈകിയത്, അന്നദാനമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ദേവയാനി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആദർശന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശും നയനിയും തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കമുണ്ട്. അതിനിടയ്ക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ കരൾ ദാനം ചെയ്ത പെൺകുട്ടി നാട്ടിലെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ അതെ, ജയനും അങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ ദേവേനി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ കഴിയില്ലാത്ത അച്ഛനും അമ്മയും ഇപ്പോൾ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നത്, ഇപ്പം നീ എന്താ അവളെപ്പറ്റി ഒന്നും ചോദിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ടെന്താ, നിങ്ങൾ എന്തെങ്കിലും എന്നോട് പറയുമോ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളുടെ പേര് നയന എന്നാണ്, കാഴ്ചയ്ക്ക് ഏകദേശം അവളെപ്പോലെ തന്നെയാണ്, ഏതായാലും നീ ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വയസ്സാം കാലത്ത് ഇതൊക്കെയല്ലേടോ ഒരു നേരം പോക്ക് എന്നും പറഞ്ഞ് പിന്നെയും ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. ജലജ വന്ന് അബിയോട് പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടടാ, പലരും പല സ്ഥലത്ത് നിന്നും എന്തൊക്കെയോ അടക്കം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, തൽക്കാലം എനിക്കിതിൽ പിന്നാലെ നടക്കാൻ പറ്റില്ല, ഞാനീ വലിയൊരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അബിയുടെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട്, അനഘയുടേതായിരിക്കും. അവൾ അനന്തപുരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അബി വല്ലാതെ ടെൻഷനാകുന്നുണ്ട്. എന്നിട്ട് അബി അവിടുന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് അനഘയെ തടഞ്ഞ് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിച്ച് തിരിച്ചയക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അബി ജ്വല്ലറിയിലാണുള്ളത്. അപ്പോൾ അവനൊരു ഫോൺ വരുന്നുണ്ട്. ഫോൺ വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ഇടനിലക്കാരനായിട്ട് നിന്നവനെ പോലീസ് പിടിച്ചു. അപ്പോൾ അബി ഞെട്ടുന്നുണ്ട്. എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് അവനെ ഇട്ട് കൊന്നു കുടഞ്ഞാൽ അവൻ സത്യങ്ങളൊക്കെ പറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തലയ്ക്കൽ ഫോൺ വിളിച്ചാൾ, എത്രയും പെട്ടെന്ന് സാർ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ സംഗതികളെല്ലാം പുറത്ത് വരും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. ഏതായാലും അവിടെയുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ സഹായത്തോടു കൂടിയാണ് അബി വലിയൊരു തിരിമറിയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കള്ളക്കടത്ത് സ്വർണം വാങ്ങി ആഭരണമാക്കി വിറ്റിരിക്കുന്നു അവർ. അപ്പോഴേക്കും അബിയുടെ ഫോൺ വരുന്നുണ്ട്. അതുകൊണ്ട് അനി മനസ്സിൽ പറയുന്നുണ്ട്, വേറൊരു മാരണം വിളിച്ചു തുടങ്ങി. എന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. മോളെ എന്തിനാണ് വിളിച്ചത്? ഞാനിപ്പോൾ നിന്നെപ്പറ്റി ഓർത്തതേയുള്ളൂ. ഇതാ ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ്, എനിക്ക് നിന്നെ ഇപ്പോൾ തന്നെ കാണണം എന്നിങ്ങനെ കള്ളസ്നേഹം നടിച്ച് നവിയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മുടെ അബി ഇപ്പോഴുള്ളത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.